സ്ലിപ്പ് ഓൺ, സ്ലിപ്പ് ഓഫ് ഓപ്പോസിറ്റ് മീനിങ്സ് വരുന്ന രണ്ട് ഫ്രേസൽ വേർബ്സ് ആണ്. സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ അത്യാവശ്യമാണ്. എന്താണ് സ്ലിപ്പ് ഓൺ? സ്ലിപ്പ് ഓൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ധരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ചെരുപ്പിടുക, വരി വലിച്ച് അണിയുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് സ്ലിപ്പ് ഓൺ. സ്ലിപ്പ് ഓൺ എ ജാക്കറ്റ്, വി ഹാവ് ടു ലീവ് ക്വിക്ക്ലി. നീ ഒരു ജാക്കറ്റ് വേഗം അണിയുക, നമുക്ക് പെട്ടെന്ന് പോകണം. ഷീ സ്ലിപ്ഡ് ഓൺ എ ടൈറ്റ് ജാക്കറ്റ് ബിക്കോസ് ഇറ്റ് വാസ് ചിലി. വളരെ തണുപ്പായിരുന്നു, അവൾ അതുകൊണ്ട് ഒരു ടൈറ്റ് ജാക്കറ്റ് അണിഞ്ഞു. ടൈറ്റ് ജാക്കറ്റ് വലിച്ചു കയറ്റി എന്നർത്ഥം. ഐ ജസ്റ്റ് നീഡ് ടു സ്ലിപ്പ് ഓൺ എ പുളോവർ ദെൻ വി ഗോ. എനിക്കൊരു പുളോവർ ധരിക്കേണ്ട ജോലിയേ ഉള്ളൂ, ഇനി നമ്മൾ പോവുകയാണ്. ഷീ സ്ലിപ്ഡ് ഓൺ ഹെർ ഇയർ റിങ്സ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ മിറർ. അവൾ പെട്ടെന്നൊരു കമ്മലണിഞ്ഞ് കണ്ണാടിയുടെ മുൻപിൽ പോയി നോക്കി. ഹീ സ്ലിപ്പിംഗ് ഓൺ ഹിസ് ബൂട്ട്സ് റൈറ്റ് നൗ. അയാളുടെ ബൂട്ട് അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ നേർ വിപരീതമാണ് സ്ലിപ്പ് ഓഫ്. പെട്ടെന്ന് ഊരി മാറ്റുക, അതാണ് സ്ലിപ്പ് ഓഫിൻ്റെ അർത്ഥം. ഊരി മാറ്റി. ആഫ്റ്റർ എ ലോങ് ഡേ അറ്റ് വർക്ക് ഷീ സ്ലിപ്ഡ് ഓഫ് ഹെർ ഷൂസ് ആൻഡ് റിലാക്സ്ഡ്. ദീർഘമായ കഠിനമായ ഒരു ജോലി ഉള്ള ദിവസത്തിന് ശേഷം ഷൂ ഊരി മാറ്റി അവൾ വിശ്രമിച്ചു. ഹീ സ്ലിപ്സ് ഓഫ് ഹിസ് ഗ്ലൗസ് ആസ് സൂൺ ആസ് ഹീ കംസ് ഇൻസൈഡ്. അകത്തേക്ക് വരുമ്പോഴേക്കും അവനവൻ്റെ ഗ്ലൗസൊക്കെ ഊരി എറിയും. ഹീ സ്ലിപ്പിംഗ് ഓഫ് ഹിസ് ജാക്കറ്റ് ബിക്കോസ് വെരി വാം ഇൻ ഹിയർ. അവനവൻ്റെ ജാക്കറ്റ് ഊരി എറിയാണ്, കാരണം ഇവിടെ വളരെ ചൂടാണ്. സ്ലിപ്പ് ഓഫ് യുവർ ഹാറ്റ്, തൊപ്പി ഊര് എന്നാണ് അർത്ഥം. ഇനി സ്ലിപ്പ് ഓഫിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ആരും അറിയാതെ ഒരു സ്ഥലത്തുനിന്ന് അപ്രത്യക്ഷമാകുക, പോകുക, മുങ്ങുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇതിനും സ്ലിപ്പ് ഓഫ് എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ഇറ്റ് വാസ് ഗെറ്റിംഗ് ലേറ്റ് സോ ഐ സ്ലിപ്ഡ് ഓഫ് ബിഫോർ ദ എൻഡ്. വൈകുമായിരുന്നു, അതുകൊണ്ട് അവസാനിക്കാനൊന്നും ഞാൻ നിന്നില്ല, ഞാൻ മുങ്ങി. ദേ സ്ലിപ്ഡ് ഓഫ് ബിഫോർ ദ ലെക്ചർ എൻഡഡ്. പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് അവർ മുങ്ങി. ഐ വിൽ സ്ലിപ്പ് ഓഫ് ഇഫ് ഇറ്റ് ഈസ് ബോറിംഗ്. സംഗതി ബോറാണെങ്കിൽ ഞാൻ മുങ്ങും. ദേ വിൽ സ്ലിപ്പ് ഓഫ് ഏർലി ടു ക്യാച്ച് ദ ട്രെയിൻ. അവസാനിക്കാനൊന്നും നിൽക്കില്ല, അവർ നേരത്തെ മുങ്ങും ട്രെയിൻ പിടിക്കാൻ വേണ്ടി. ബൈ ദ ടൈം യു അറൈവ് ഹി വിൽ ഹാവ് സ്ലിപ്ഡ് ഓഫ്. നിങ്ങൾ എത്തുന്നതിന് മുമ്പ് അവൻ മുങ്ങിയിരിക്കും. ഡോണ്ട് ടെൽ എനിബഡി ഹി വിൽ സ്ലിപ്പ് ഓഫ്. ആരോടും പറയരുത്, അവൻ മുങ്ങിക്കളയുമെന്നർത്ഥം. നോക്കൂ, മലയാളത്തിൽ മുങ്ങുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? വെള്ളത്തിൽ മുങ്ങുന്നതിന് മുങ്ങുക എന്ന് പറയും, അല്ലാത്തൊരു മുങ്ങലുണ്ടല്ലോ. ഈ മുങ്ങുക എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റെന്ത് ഇംഗ്ലീഷ് വാക്കാണുള്ളത്? ഇതാണ് ഇത്തരം ഫ്രേസൽ വേർബുകളെ കൊണ്ട് നമുക്കുള്ള ഉപകാരം. വിവിധ കോണ്ടക്സ്റ്റുകളിൽ സ്വന്തം വാചകങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ച് ശീലിക്കുക, സംസാരിച്ച് ശീലിക്കുക. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യട്ടെ.